ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ സ്ട്രാൻഡ്സ് ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ ഞാനിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് എൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലിസൺ ടു ദി നോയ്സ്. ഓക്കെ, അപ്പോൾ നോയ്സ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റിൻ്റെയാണ് സ്മാർട്ട് വാച്ചാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ, ഞാനത് ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹം കൊണ്ട് മേടിച്ചതാണ്, ഒരു സ്മാർട്ട് വാച്ച് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ പ്രൊഡക്റ്റിന് ഏകദേശം 1 ഇയർ വാറണ്ടിയൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ നോയ്സിൻ്റെ കളർ ഫിറ്റ് പ്രോ 3 ആൽഫ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ അൺബോക്സിങ്. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത്, എനിക്ക് ഏകദേശം ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 5200 രൂപയാണ് INR. ഓക്കെ, അപ്പോൾ ഞാനത് ആമസോൺ വഴിയാണ് മേടിച്ചത്. അപ്പോൾ കുഴപ്പമില്ല, ഈ പ്രോഡക്റ്റ് കൈ കിട്ടിയപ്പം നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. സോ ഞാനത് അൺബോക്സ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് അൺബോക്സ് ചെയ്യുമ്പം നമുക്ക് കാണാം ഇതൊരു സ്ലൈഡിങ് ആയിട്ടൊരു പാക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ പാക്കിംഗ് ഞാൻ ജസ്റ്റ് മാറ്റി ഇവിടെ അങ്ങ് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോയ്സിൻ്റെ സിമ്പിളൊക്കെ അറിയുന്ന രീതിയിൽ വേറൊരു പാക്കിംഗ് ഉണ്ട്. അത് ജസ്റ്റ് എടുത്ത് മാറ്റാവുന്നതാണ് നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വാച്ച്. ഓക്കെ, അവർ പാക്ക് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത്. അപ്പോൾ 2 പാക്കിങ് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് മൂന്നാമത് ഇങ്ങനെ വാച്ച് നമുക്ക് കാണാൻ പറ്റും. അത് നല്ല ക്ലീൻ ആയിട്ടാണ് അവർ പാക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, അതെടുത്തിരിക്കുകയാണ്. അങ്ങനെ അതെടുത്തു. അകത്ത് വേറെ ഐറ്റംസ് ഉണ്ട്, എൻ്റെ ചാർജറൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വാച്ച് ഈ രീതിയിലാണ് അവർ പാക്ക് ചെയ്ത് തന്നെ. നമ്മുടെ കയ്യിലൊക്കെ കിട്ടുന്ന പോലെ സ്ട്രാപ്പൊക്കെ പ്രോപ്പറായിട്ടാണ് ഇതിനകത്ത് കെട്ടി വെച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതിന്ന് പുറത്തേക്ക് നടക്കുവാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇതും കുഴപ്പമില്ലാതെ നല്ല കട്ടിയുണ്ട് ആ ഒരു പാക്കിങ്ങിനൊക്കെ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് വലിയ ഇഷ്യൂസൊന്നും ഇല്ലാതെ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ട്രാപ്പൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചേക്കാം. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് അഴിക്കുകയാണ്. അപ്പോൾ ഒന്ന് അഴിച്ചു. ഇത് നമ്മൾ കൈ കെട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് അവർ കെട്ടി വെച്ചേക്കണം കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല, അഴിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഇതിന് കുഴപ്പമില്ല, ഇത് ഓഫായിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഓൺ ചെയ്യട്ടെ. ഇവിടെ റൈറ്റ് സൈഡിലൊരു ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്ന ഈ ബട്ടൺ ഞെക്കി അങ്ങ് പിടിച്ചാൽ മതി. ഞെക്കി പിടിക്കുമ്പോൾ ഒരു 3 to 5 സെക്കൻഡ്സിനുള്ള നമ്മുടെ വാച്ച് ഓണാവും. ഓക്കെ, അപ്പോൾ ഓണാകുമ്പം ഓക്കെ, ഇതേ നോയ്സ് എന്ന് പറഞ്ഞ ഓണായിട്ടുണ്ട് നമ്മുടെ വാച്ച്. 2:44 ഉച്ചയായി സമയം. ഓക്കെ, അപ്പോൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് പല പല ടെംപ്ലേറ്റുകളും കിട്ടുന്നത്. അനലോഗ് മോഡുണ്ട്, ഡിജിറ്റൽ മോഡുണ്ട്. നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്തോടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളൊക്കെ ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നൊരു ഇതുണ്ട്. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് അപ്പോൾ ഈ ഇതിന് തന്നെ ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഇനി ബോക്സിനകത്ത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അതെ. ഓക്കെ, വേറെ ഓക്കെ, ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസുകളുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ സ്ക്രീനിൻ്റെ സൈഡിൽ തന്നെ ഞാൻ തന്നേക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ചാർജറാണ്. ഓക്കെ, നമ്മുടെ വാച്ചിൻ്റെ ചാർജറാണ് ഈ കാണുന്നത്. മാഗ്നറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ അറ്റത്ത് കണ്ടോ, മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല, ഇതുപോലെ അറ്റാച്ച് ആയിട്ട് ഇരുന്നോളും. മാഗ്നറ്റിക് അട്രാക്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അൺവൗണ്ട് ചെയ്തെടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത്ര നീളമുണ്ട് ഇതിനകത്ത്, കുഴപ്പമില്ലാത്തൊരു നീളമുണ്ട് ഇതിന്. അപ്പോൾ മറ്റേ സൈഡ് USB ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ അങ്ങ് മാഗ്നറ്റ് വെച്ച് ഒട്ടിയിരുന്നോളും. അതിൻ്റെ അപ്പുറത്തെ വശം നമ്മൾ USB മോഡ് ഇതുപോലെ USB ആണ്. അപ്പോൾ അത് അഡാപ്റ്ററിലേക്കോ അതില്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് വീഡിയോയുള്ള ലാപ്ടോപ്പിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ PC കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അത് മേടിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണിക്കൂറോളം ഒന്ന് കുത്തിയിടണം കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് ബാറ്ററിക്ക് നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ തന്നെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 6 മണിക്കൂർ കണ്ടിന്യൂസ് ഒന്ന് കുത്തിയിടണം, നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്കിനി ബാക്കി നമ്മുടെ ബോക്സിനകത്ത് ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ പെർഫെക്റ്റായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാർജർ, വാച്ച് ആണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാർഡ് നമുക്ക് കാണാൻ പറ്റും. വി ആർ ഗ്രേറ്റ്ഫുൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ കാർഡ്, ഗ്രീറ്റിങ്സ്. ഇതാണ് ആ കാർഡ്. അപ്പോൾ ഇനി കാർഡിൻ്റെ ബാക്ക് വശം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, അതിനകത്ത് വാറണ്ടി കാർഡാണത്. അപ്പോൾ അതിനകത്ത് QR കോഡും ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് ടേംസൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ യൂസർ ഗൈഡ്, യൂസർ മാനുവലാണ്. കളർ ഫിറ്റ് പ്രോ 3 ആൽഫയാണ്.
ഓക്കെ, ഇത് ഫുള്ള് വായിച്ച് നോക്കുക. നമ്മുടെ ഇതിനകത്തുള്ള സെറ്റിങ്സ്, ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവരുടെ ടേംസ്, പ്രൈവസി പോളിസി അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ഞാൻ ജസ്റ്റ് സ്ക്രീനിനകത്ത് ഞാൻ പറയുന്നതോടൊപ്പം തന്നെ സൈഡിൽ ഞാൻ കാണിച്ചൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഇത് സമയം കിട്ടുന്ന പോലെ വായിച്ച് നോക്കിയാൽ മതി നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിനും ഇതുപോലത്തെ ഒരു യൂസർ ഗൈഡ് ഉണ്ടാവും, നല്ല കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഫോണായിട്ട് കണക്ട് ചെയ്യേണ്ടത്, നമ്മൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് നമുക്കൊരു ഒരു ആപ്പുണ്ട് നോയ്സ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ. അപ്പോൾ കംപ്ലീറ്റ് ഫോണിനകത്തുള്ള കസ്റ്റമൈസേഷൻ, നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പുറകിൽ നോയ്സിനൊക്കെ എഴുതിയിട്ടുണ്ട്, നല്ലൊരു യൂസർ മാനുവൽ. ഫൈനലായിട്ട് ഈ ബോക്സിനകത്ത് തന്നെ അവശേഷിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റിക്കറാണ്. ഓക്കെ, ഒന്ന് പുറത്തേക്ക് എടുക്കാം. അവരുടെ നോയ്സിൻ്റെ തന്നെ ഒരു സ്റ്റിക്കറുകളാണ്. അപ്പോൾ അവരുടെ എംബ്ലവും നോയ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് എവിടെയെങ്കിലും ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം. നമുക്കൊരു ഫാൻസി പോലെ നമ്മുടെ പേഴ്സിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിനകത്തോ അല്ലെങ്കിൽ ചെറിയ നോയ്സ് എന്നൊക്കെ എഴുതിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാച്ചിൻ്റെ സ്ട്രാപ്പിൻ്റെ പുറകിൽ എവിടെയാണെങ്കിൽ നമുക്ക് സ്ട്രാപ്പിൻ്റെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒട്ടിക്കാനായിട്ട് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർ കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ബോക്സിനകത്ത് ഉള്ളത്. അപ്പോൾ മെയിൻലി നമ്മുടെ വാച്ചുണ്ട്, പിന്നെ അതിൻ്റെ ചാർജിങ് യൂണിറ്റ് ഉണ്ട്, പിന്നെ ഉള്ളത് നമുക്കൊരു വാറണ്ടി കാർഡ്, പിന്നെ ഉള്ളത് നമ്മുടെ യൂസർ മാനുവൽ ഉണ്ട്. ഓക്കെ, പിന്നെ ആ സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഇതാണ് ആ പെട്ടി. നല്ല പാക്കിംഗ് ആണ്, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ ആ പെട്ടി നമ്മൾ താഴെ വീണ ഇതൊന്നും ആവില്ല, ചളങ്ങുമോ അല്ലെങ്കിൽ ചവിട്ടുമൊന്നും ചെയ്താൽ വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. അത്രയും സ്ട്രോങ് ആയിട്ടാണ് അവർ പാക്ക് ചെയ്തേക്കണം. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്, കുഴപ്പമില്ല. പിന്നെ ഇതിന് ഗ്ലാസ്സിന് വേണ്ടി നമുക്ക് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാം. ഞാൻ ഒട്ടിച്ചിട്ടില്ല, അത് ഒട്ടിക്കണം. ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് എൻ്റെ വാച്ചിനകത്ത്. ഞാൻ ഓൾറെഡി പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തു. അപ്പോൾ അബദ്ധവശം എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിലത്തെറിഞ്ഞ് സ്ക്രാച്ച് വീണുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചെറിയൊന്ന് മാറ്റണം. എൻ്റെ സൈഡിൽ ചെറുതായിട്ട് സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു ഈ വീഡിയോ ഇതിലൂടെ. അപ്പോൾ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം, എങ്ങനെയാണ് ഈ വാച്ചിൻ്റെ സ്പെസിഫിക്കേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഐ എം സൈനിങ് ഓഫ് ഫ്രം സ്ട്രാൻഡ്സ് ഓഫ് ഹാപ്പിനെസ്. താങ്ക് യു.